ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സ്മിറ്റ് ട്രിഗർ യൂസിങ് ഓപ്പാമ്പ് ആണ്. അപ്പോൾ സ്മിറ്റ് ട്രിഗർ സർക്യൂട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്മിറ്റ് ട്രിഗർ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ സ്മിറ്റ് ട്രിഗർ എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ സ്മിറ്റ് ട്രിഗർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈൻ വേവ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിട്ട് കിട്ടണം? നമുക്ക് ഒരു സ്ക്വയർ വേവ് ആയിട്ട് കിട്ടണം. അങ്ങനെ ഉള്ള ഒരു സർക്യൂട്ടാണ് സ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റൊരു പേരാണ് സ്ക്വയർ വേവ് ജനറേറ്റർ. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സ്ക്വയർ വേവ് ആയിരിക്കും. ഓക്കെ. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പേരാണ് റീജനറേറ്റീവ് കമ്പാരേറ്റർ. കാരണം ഇതെന്താണ്? ഇത് ബേസിക്കലി ഒരു കമ്പാരേറ്ററാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പാരേറ്ററാണ്. കമ്പാരേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിൻ്റെ രണ്ട് ഇൻപുട്ടിലും ഓരോ വോൾട്ടേജ് വരുന്നുണ്ട് അല്ലേ? ആ രണ്ട് ഇൻപുട്ടിലെ വോൾട്ടേജും കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഈ ഓപ്പാമ്പിൻ്റെ രണ്ട് ഇൻപുട്ടിലേക്കും ഓരോ വോൾട്ടേജ് വരുന്നുണ്ട്. ഓക്കെ. ആ വോൾട്ടേജിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ റീജനറേറ്റീവ് കമ്പാരേറ്റർ എന്ന് കൂടി പറയുന്നത്. അതുപോലെ ഈ സ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് സ്ക്വയർ വേവ് കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ സ്ക്വയർ വേവ് ജനറേറ്റർ എന്നും പറയുന്നത്. അങ്ങനെ രണ്ട് പേരാണ് സ്മിറ്റ് ട്രിഗറിന് വേറെയുള്ളത്. ഓക്കെ. ഒന്ന് സ്ക്വയർ വേവ് ജനറേറ്റർ, രണ്ട് റീജനറേറ്റീവ് കമ്പാരേറ്റർ എന്നുകൂടി പറയും. ഓക്കെ. ഇനി നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ഓപ്പാമ്പ് ഉണ്ട്. ആ ഓപ്പാമ്പിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മളൊരു സൈൻ വേവ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? Vin എന്ന് പറയുന്ന ഒരു ആൾട്ടർനേറ്റിംഗ് ഇൻപുട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഈ ആൾട്ടർനേറ്റിംഗ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? സ്ക്വയർ വേവ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൾട്ടർനേറ്റീവ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ക്വയർ വേവ് ആണ്. ഓക്കെ. ഔട്ട്പുട്ടിൽ കിട്ടുന്നത് സ്ക്വയർ വേവ് ആയിരിക്കും. ഇനി ഇതിൻ്റെ അതിനെ നമ്മൾ V2 എന്നാണ് പറയുന്നത്. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെ നമ്മൾ V2 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ. ഇനി ഇതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് എന്താണ് കൊടുക്കുന്നത്? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക്, ഇൻപുട്ട് ടെർമിനലിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തിട്ട് ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലൂടെ, ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കാണ് അല്ലേ? R1 R2 ഇതിനാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് എന്ന് പറയുക. ആ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിലൂടെ ഫീഡ്ബാക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? V2യിലേക്ക്, V1ലേക്ക് കൊടുക്കുന്നുണ്ട്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കും നമുക്ക് ഓരോ വോൾട്ടേജ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്താണെന്ന് പറയാം? നമുക്ക് ഒരു കമ്പാരേറ്റർ ആണെന്ന് പറയാം. ഇവിടെ ഒരു വോൾട്ടേജ് വരുന്നുണ്ട്, ഇവിടെയും ഒരു വോൾട്ടേജ് വരുന്നുണ്ട്. ഓക്കെ. രണ്ട് ഇൻപുട്ടിലേക്കും ഓരോ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവുക? V2 ആണ് കൂടുതൽ എങ്കിൽ ഇത് ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെ വോൾട്ടേജ് ആണ് കൂടുതൽ എങ്കിൽ ഇവിടെ മൈനസ് VSAT വരും. അതായത് ഈ VCC എത്രയാണോ അതാണ് നമുക്ക് ഇവിടെ കിട്ടുക, മൈനസ് VSAT. അതായത് മൈനസ് ആയിരിക്കും എന്ന് മാത്രം, നെഗറ്റീവ് പൊളാരിറ്റി ആയിരിക്കും. ഇനി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ എങ്കിൽ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക? പ്ലസ് VSAT ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മൈനസ്, ഇപ്പോൾ VSAT എന്ന് പറയുന്നത് അല്ലെങ്കിൽ VCC എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് 12 വോൾട്ട് ആണെങ്കിൽ എങ്ങനെ കിട്ടുക നമുക്ക്? ഇവിടെ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ഈ വോൾട്ടേജ് ആണ് കൂടുതൽ എങ്കിൽ നമുക്ക് മൈനസ് 12 വോൾട്ട് കിട്ടും. അതല്ല V1 വോൾട്ടേജ് ആണ് കൂടുതൽ എങ്കിൽ, ഈ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ എങ്കിൽ പ്ലസ് 12 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. പ്ലസ് 12 വോൾട്ട് കിട്ടും. അങ്ങനെ -12 പ്ലസ് 12 -12 പ്ലസ് 12 ഇങ്ങനെ കിട്ടുന്നത് കൊണ്ടാണ് ഇതൊരു സ്ക്വയർ വേവ് ജനറേറ്റർ ആവുന്നത്. ഓക്കെ. അപ്പം ഇതെങ്ങനെയാണ്, എപ്പോഴാണ് സ്വിച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് നോക്കൂ നിങ്ങൾ. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. ഇതല്ലേ ഇൻപുട്ട് സൈൻ വേവ് ആണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഇത് ഇൻപുട്ട് സൈൻ വേവ്. ഓക്കെ. ആ ഇൻപുട്ട് സൈൻ വേവ് നമ്മൾ കൊടുത്തു. ഏതിലേക്കാണ് കൊടുത്തത്? ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇനി നമ്മൾ അസ്യൂം ചെയ്യാം, ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ V1 എന്നുള്ള വോൾട്ടേജ് V2നെക്കാട്ടിൽ കൂടുതലാണ്. കാരണം എന്താ? V2 നമുക്ക് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഒരു 0യിൽ നിന്നാണ് V2 തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ ഇനീഷ്യലി നമുക്ക് അസ്യൂം ചെയ്യാം V1 ആണ് V2നെക്കാട്ടിലും കൂടുതൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. കാരണം V2 നമ്മൾ എവിടുന്നാണ് തുടങ്ങുന്നുള്ളൂ? നമ്മുടെ ഈ ഇത് 0 വോൾട്ടേജിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്കിലെത്തും, ഒരു മാക്സിമം വോൾട്ടേജിലെത്തും. അതിനുശേഷം നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണല്ലോ കൊടുക്കുന്നത്, ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. സോ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇത് 0 എന്നാണ് തുടങ്ങുന്നത്. Vin എന്ന് പറയുന്നത് 0 എന്ന് തുടങ്ങുകയാണ്. അപ്പോൾ V1 അതിനെക്കാട്ടിലും കൂടുതലുണ്ട്. V1 V2നെക്കാട്ടിലും കൂടുതലാവുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം V1 ആണ് കൂടുതലല്ലേ? അപ്പോൾ എന്തായിരിക്കും? പ്ലസ് VSAT ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ പ്ലസ് VSAT ആണ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത്, പ്ലസ് VSAT. ഓക്കെ. ഇതാണ് പ്ലസ് VSAT.
ഇവിടെ ഈ രേഖപ്പെടുത്തിയതാണ് പ്ലസ് വി സാറ്റ്. അങ്ങനെ ഈ ഇൻപുട്ട് വോൾട്ടേജ് എന്തായി, ഈ ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെ കൂടി വന്ന് ഒരു പ്രത്യേക പോയിന്റിലെത്തി. ആ പ്രത്യേക പോയിന്റിലെത്തിയപ്പോൾ അതിന് പറയുന്ന പേരാണ് യു ടി പി. യു ടി പി എന്ന് പറഞ്ഞാൽ അപ്പർ ത്രഷോൾഡ് പോയിൻ്റ് അല്ലെങ്കിൽ അപ്പർ ട്രിഗറിങ് പോയിൻ്റ് എന്നൊക്കെ പറയാം നമുക്ക്, അല്ലെങ്കിൽ അപ്പർ ത്രഷോൾഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഓക്കെ, ഏതായാലും ആ വോൾട്ടേജ് എത്തിയപ്പോൾ യു ടി പി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് എത്തി. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇതൊരു 5 വോൾട്ട് എ സി സിഗ്നലാണെങ്കിൽ 5 വോൾട്ടിൻ്റെ സിഗ്നലാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം പോയിൻ്റ് എത്രയായിരിക്കും? 5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ 0-ൽ നിന്ന് തുടങ്ങി 1, 2, 3 ഒക്കെ എത്തി. അപ്പോൾ 3 എത്തിയപ്പോൾ എന്തായി? 3 എത്തിയപ്പം ഈ V1-നെക്കാട്ടിലും കൂടുതലായി V2. V1 ഇതിങ്ങനെ കൂടി വന്ന് V1-നെക്കാട്ടിലും കൂടുതലായി V2. V1 എന്നുള്ള വാല്യൂവിനെക്കാട്ടിലും കൂടുതലായി V2. അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജിനെക്കാട്ടിലും കൂടുതലായി എന്ത്? ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെ വോൾട്ടേജ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യും? ഈ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിലെ വോൾട്ടേജ് ആണ് V1-നെക്കാട്ടിലും കൂടുതൽ എങ്കിൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ എന്താണ് കിട്ടുക? മൈനസ് വി സാറ്റ് ആയിട്ടും കിട്ടുക. അപ്പോൾ ഔട്ട്പുട്ട് എന്തായി? മൈനസ് വി സാറ്റിലേക്ക് വന്നു. ഓക്കെ, ഇനി മൈനസ് വി സാറ്റിൽ തന്നെ ഇതിങ്ങനെ നിൽക്കും. എങ്ങനെ? ഏത് വരെ? ഇത് ഈ നമ്മുടെ വോൾട്ടേജ് ഇവിടെ ഈ V2 എന്ന് പറയുന്ന നമ്മുടെ വോൾട്ടേജ് എന്താവണം? ഈ V1-നെക്കാട്ടിലും കുറയുന്നത് വരെ ഇത് ഈ നെഗറ്റീവ് ഈ സാച്ചുറേഷനിൽ തന്നെ ഇരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് വീണ്ടും എന്തായി? ഈ V1 V2-നെക്കാട്ടിയും കൂടി. ഈ V1 V2-നെക്കാട്ടിയും കൂടുന്ന ഈ പോയിൻ്റ് നമ്മൾ പറയുന്ന പേരാണ് LTP, ലോവർ ത്രഷോൾഡ് പോയിൻ്റ് അല്ലെങ്കിൽ ലോവർ ട്രിഗറിങ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ LTP എത്തിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും എന്തായി? V1-ൻ്റെ വോൾട്ടേജ് കൂടുകയും V2 കുറയുകയും ചെയ്തു. V2 ഇങ്ങനെ പോന്ന് 0-ൻ്റെ താഴത്തേക്ക് എത്തി. അപ്പോഴാണ് വീണ്ടും V1 എന്തായി? അതിനനുസരിച്ച് V1 കൂടുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? V1 V2-നെക്കാട്ടിയും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് കിട്ടുക? പ്ലസ് വി സാറ്റാണ് കിട്ടുക. വീണ്ടും പ്ലസ് വി സാറ്റിലേക്ക് വന്നു. അങ്ങനെ ആ പ്ലസ് വി സാറ്റിൽ അങ്ങനെ നിൽക്കൂലേ? എപ്പോൾ ഏത് വരെ നിൽക്കും? V1 V2-നെക്കാട്ടിലും ചെറുതാവുന്നത് വരെ നിൽക്കും. അങ്ങനെ V2 V1-നെക്കാട്ടിലും കൂടുതലായി കഴിഞ്ഞാൽ വീണ്ടും എന്താവും? നെഗറ്റീവിലേക്ക് വരും. അങ്ങനെ ഇതിൻ്റെ ഓപ്പറേഷൻ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ വേവ് വേവാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇത് സ്വിച്ച് ചെയ്യുന്നത്? ഒന്നാമത്തെ സ്വിച്ചിങ് നടക്കുന്നത് യു ടി പിയിലാണ്, അപ്പർ ത്രഷോൾഡ് പോയിൻ്റ് അല്ലെങ്കിൽ അപ്പർ ട്രിഗറിങ് പൊട്ടൻഷ്യൽ. രണ്ടാമത്തെ തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ ആവുന്നത് എപ്പോഴാണ്? LTPയിലാണ്, ലോവർ ട്രിഗറിങ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രാൻസിസ്റ്ററിൽ നമ്മൾ പഠിച്ച അതേ വർക്കിംഗ് തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ ഓപ്പാമ്പിൻ്റെ സർക്യൂട്ടാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സ്മിറ്റ് ട്രിഗർ യൂസിങ് ഓപ്പാമ്പ്, സ്മിറ്റ് ട്രിഗർ യൂസിങ് ഓപ്പാമ്പ്. അപ്പോൾ ഓപ്പാമ്പ് വെച്ചിട്ട് നമ്മളോട് സ്മിറ്റ് ട്രിഗർ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ ഈ സർക്യൂട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വർക്കിംഗ് ചെയ്താൽ ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം. നമുക്ക് കമ്പാരേറ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സർക്യൂട്ടേ ഉള്ളൂ. കാരണം എന്താ? V2 ആണ് V1-നെക്കാളും കൂടുതൽ എങ്കിൽ ഇവിടെ V2-ൽ ഏതാണുള്ളത്? നെഗറ്റീവാണല്ലേ, ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. അപ്പം മൈനസ് വി സാറ്റ്. അതല്ല, V1 ആണ് V2-നെക്കാളും കൂടുതൽ എങ്കിൽ പ്ലസ് വി സാറ്റ്. അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അതായത് ഒരു സ്ക്വയർ വേവ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ എപ്പോഴാണ് മൈനസ് വി സാറ്റ് വരുന്നത് എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ ഈ വേവിലൂടെ പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജാണിത്. ആ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് എന്തായി? V2 ആ ഇൻപുട്ട് വോൾട്ടേജ് ഈ V1-നെക്കാട്ടും കൂടുതൽ വന്നു. ഈ V1-നെക്കാട്ടും കൂടുതൽ V2 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൈനസ് വി സാറ്റ് കിട്ടണം. അതാണ് നമ്മുടെ ഔട്ട്പുട്ടാണ് നമ്മൾ ഈ വരച്ചിട്ടുള്ളത്. അപ്പം മൈനസ് വി സാറ്റിലേക്ക് പോയി അല്ലേ. ഇനി ഈ V1 V2-നെക്കാട്ടും കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത്? വീണ്ടും ഇതെന്താവും? പ്ലസ് വി സാറ്റിലേക്ക് വരും. ഓക്കെ, അങ്ങനെ വീണ്ടും നെഗറ്റീവ് വി സാറ്റ് പ്ലസ് വി സാറ്റ് ഇങ്ങനെ പോയി നമുക്കൊരു സ്ക്വയർ വേവ് കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ ഒരു സ്ക്വയർ വേവ് ജനറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്ത വേവ് ഏതാണ്? സൈൻ വേവ് ആണല്ലേ. നമുക്ക് കിട്ടിയ വേവോ ഒരു സ്ക്വയർ വേവ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ വേവ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പേരാണ് റീജനറേറ്റീവ് കമ്പാരേറ്റർ. അപ്പോൾ ഇത്രയുമാണ് സ്മിറ്റ് ട്രിഗറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്.